സമ്പന്നരെ സമ്പന്നരാക്കുന്ന ആ ഒരു ഒറ്റ ശീലം അതെന്താണ്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്ലീസ് നോട്ട്, ഇതൊരു മോട്ടിവേഷൻ ബുക്കെന്നോ ഇൻസ്റ്റാഗ്രാം കോട്ടെന്നോ എടുത്ത കാര്യമല്ല. അതുപോലെ തന്നെ പേടിക്കേണ്ട, ഇത് രാവിലെ 5 മണിക്ക് എണീക്കാനോ അല്ലെങ്കിൽ 10 മണിക്കൂർ എല്ലാ ദിവസവും പണിയെടുക്കണോ എന്നൊന്നുമല്ല. സ്വയം സമ്പന്നരാവുന്ന എല്ലാ ആളുകളിലും പൊതുവായി കാണുന്ന ഒരു ശീലമാണിത്. അതെന്താണെന്നല്ലേ, നമ്മളെല്ലാവരും പലയിടത്തുനിന്നും കേട്ട കാര്യമായിരിക്കും. ഈ സമ്പന്നര് പലരും പുസ്തകം വായിക്കാറുണ്ട്, അവർക്ക് വായനാശീലമുണ്ട്, അവർ ഗോൾ സെറ്റ് ചെയ്യാറുണ്ട്, അവർ നെറ്റ്വർക്കിംഗ് ചെയ്യാറുണ്ട് എന്നൊക്കെ. പക്ഷെ ഇതിലൊക്കെ പൊതുവായിട്ട് കാണുന്ന ഒരു ശീലം സമ്പന്നർക്കുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ശീലങ്ങളായിട്ട് തോന്നും. പക്ഷെ ഇതിലൊക്കെ ഉള്ളൊരു കാര്യമുണ്ട്. ഇപ്പൊ സമ്പന്നര് വായനാശീലം ഉണ്ട് എന്ന് പറയുമ്പോൾ അവരെന്താണ് വായനയിലൂടെ ചെയ്യുന്നത്? അവർ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്, അല്ലെ? ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? പുതിയ കാര്യങ്ങൾ പഠിക്കാനും അച്ചീവ് ചെയ്യാനും വേണ്ടിയിട്ട് അവരൊരു ഡയറക്ഷൻ സെറ്റ് ചെയ്യുന്നു. അതുപോലെ നെറ്റ്വർക്കിങ്ങിൽ എന്താണ് അവർ ചെയ്യുന്നത്? മറ്റുള്ളവരിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇവിടെ പൊതുവായിട്ടുള്ള ഒരു ശീലം? കണ്ടിന്യൂസ് ലേണിംഗ്. വെറും ലേണിംഗ് അല്ല, കണ്ടിന്യൂസ് ലേണിംഗ്, തുടർച്ചയായ പഠനം. തുടർച്ചയായ പഠനം എന്ന് കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ കാര്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അത് അങ്ങനെയല്ല. സ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് ലക്ഷ്യബോധമോടെയാണ് ഇവർ പഠിക്കുന്നത്. അതായത് ഇത് വിവരങ്ങൾ ശേഖരിക്കുന്നതല്ല, സ്കിൽസ് കോമ്പൗണ്ട് ചെയ്യുന്ന പ്രക്രിയയാണ്. പണത്തിൽ കോമ്പൗണ്ടിങ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതുപോലെ തന്നെയാണ് നമ്മളൊരു സ്കില്ല് പഠിക്കുമ്പോൾ അത് നമ്മൾ ഉള്ള എക്സിസ്റ്റിംഗ് സ്കില്ലിന്റെ കൂടെ ആഡ് ചെയ്യുകയല്ല ചെയ്യുക, മൊത്തം സ്കിൽസിന് അത് മൾട്ടിപ്ലൈ ചെയ്ത് തരും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് പഠിക്കാന്ന് വിചാരിക്കും. പബ്ലിക് സ്പീക്കിംഗ് എന്ന സ്കില്ല് ജസ്റ്റ് പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അത് ഇമ്പ്രൂവ് ചെയ്യുക? നമ്മുടെ കരിയറിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ലേ? നമുക്ക് നമ്മുടെ ഓഫീസിൽ നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമ്മുടെ റിലേഷൻഷിപ്പിലും നമ്മൾക്ക് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ വ്യക്തതയോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പല മേഖലയിലും ഈ സ്കില്ല് വെച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഇതാണ് കോമ്പൗണ്ട് സ്കിൽ ഗ്രോത്ത്. ഇവിടെ ആൾക്കാർ ചെയ്യുന്ന മെയിൻ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയോ? മിക്ക ആൾക്കാരും പഠനം എന്നതുകൊണ്ട് വിചാരിച്ചു വെച്ചിരിക്കുന്നത് റാൻഡം ആയിട്ടുള്ള കുറെ ബുക്സ് വായിക്കുക, കുറെ ഓൺലൈൻ കോഴ്സസിന് പോയിട്ട് ചേരുക, എന്നിട്ട് അതൊന്നും കംപ്ലീറ്റ് ചെയ്യുക പോലും ഇല്ല. അതുപോലെ പാസീവായിട്ട് ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് കുറെ ഇരുന്ന് കാണുക, വെറുതെ ലിങ്ക്ഡിനും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. ഇത് പഠനമല്ല, ഇത് ഇൻഫോർമേഷൻ ഹോർഡിംഗ് ആണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ മുൻപും ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. നിങ്ങളിപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുകയാണ്. ഈ യൂട്യൂബ് വീഡിയോന് തൊട്ട് മുന്നേ കണ്ട യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് നിങ്ങൾ എത്ര ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടു? ഏതെങ്കിലും ഒരു റീൽ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ഇവിടെ ഒരു കാര്യവും പഠിക്കുന്നില്ല, ജസ്റ്റ് ഇൻഫോർമേഷൻ ഇങ്ങനെ വരികയാണ്, അത്രേ ഉള്ളൂ. ഇത് പഠനമല്ല. ട്രെൻഡിലുള്ള എന്തും പോയി വായിക്കുക, നമ്മൾക്ക് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത കോണ്ടന്റ് പോയിട്ട് കാണുക, നമ്മളായിട്ട് ബന്ധമില്ലാത്ത വിഷയങ്ങൾ പഠിക്കുക. അതിന്റെ അർത്ഥം എന്താ? നമ്മൾക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യമില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റില്ല. യൂട്യൂബിൽ നിങ്ങൾ അതും ഇതും ഒക്കെ കാണും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രമേ കാണാൻ പാടുള്ളൂ. ഫലപ്രദമായിട്ടുള്ള പഠനം, അതായത് പണം ഉണ്ടാക്കാനുള്ള പഠനം എന്ന് പറയുന്നത് നമ്മളുടെ വരുമാനം കൂട്ടുന്ന സ്കിൽസ് പഠിച്ചെടുക്കുക. നിങ്ങൾ ഓഫീസിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ ഓഫീസിൽ PPT പ്രസന്റ് ചെയ്യുമ്പോൾ അത് ഹെൽപ്ഫുൾ ആവും. അല്ലെങ്കിൽ നിങ്ങളുടെ മേഖലയിലെ ടെക്നിക്കൽ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ആ ടെക് മേഖലയിലുള്ള വീഡിയോസ് കാണുവാണെങ്കിൽ നാളെ ഒരു പ്രോബ്ലം വരുമ്പം അത് ഡീബഗ് ചെയ്യാനുള്ള ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലിനെ പരസ്പരം സഹായിക്കുന്ന സ്കിൽസ് മനസ്സിലാക്കി വേണം പഠിക്കാൻ. അപ്പൊ വ്യക്തമായിട്ടുള്ള ഔട്ട്കം ആണ് നമ്മുടെ ലക്ഷ്യം പഠനത്തിലൂടെ. അതെപ്പോഴും ഓർക്കണം. നമ്മളിൽ പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മളിൽ പലരും പല കമ്പനികളിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ കരിയർ സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലെ? മിക്ക ആൾക്കാരും എന്താണ് ചെയ്യുക? കരിയർ സ്വിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വായിക്കും. ഒരു ലക്ഷ്യമില്ല, എനിക്ക് ജോലി മാറണം, പക്ഷെ വ്യക്തമായിട്ടുള്ള ഔട്ട്കം എന്താണെന്നുള്ളതിന്റെ ഒരു ധാരണയില്ല. ജസ്റ്റ് അവിടെ എവിടെയും കാണുന്നതൊക്കെ വായിക്കും, അത് വായിക്കും, ഇത് വായിക്കും. ചിലപ്പോൾ കുറെ കോഴ്സസ് ഒക്കെ പോയി ജോയിൻ ചെയ്തു വരും, കുറെ പോഡ്കാസ്റ്റ് ഇരുന്ന് കേൾക്കും. എന്നിട്ട് എന്താ ചിന്തിക്കുക? കുറച്ചും കൂടി കഴിയട്ടെ, കുറച്ചും കൂടി പഠിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും അവിടുന്ന് ഇവിടുന്ന്. വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പോഴൊന്നല്ല, ഒരു 4-5 വർഷം കഴിഞ്ഞാലും നമ്മൾ അതേ കമ്പനിയിൽ ഇരിക്കുന്നുണ്ടാവും. നേരെ മറിച്ച് നമ്മൾക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് മാനേജർ റോളിലേക്ക് പോകണമെന്നുണ്ട്. അപ്പോൾ അയാൾ പ്രൊആക്റ്റീവ്ലി അയാളുടെ ടീമിലെ 2 ജൂനിയേഴ്സിനെ മെന്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വോളണ്ടിയർ ചെയ്യാണ്. അതുപോലെ തന്നെ അവരായിട്ട് 1-on-1 റെഗുലർ ആയിട്ട് വെക്കും. അതിലൂടെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. പല ടാസ്കിന്റെയും ഓണർഷിപ്പ് ഏറ്റെടുക്കുന്നു. അതിലൂടെ പല കാര്യങ്ങളും പഠിക്കുന്നു. 6 മാസം കൊണ്ട് അൺഒഫീഷ്യലി ഒരു ടീം ലീഡ് പോലെ ആവുന്നു. ഡെഫിനറ്റ്ലി വിത്തിൻ 1 or 2 years അയാൾ ആഗ്രഹിച്ച ഒരു പൊസിഷനിലേക്ക് അയാൾക്ക് മാറാൻ പറ്റും. കാരണം എന്താണോ എനിക്ക് വേണ്ടത്, ആ ഒരു ഔട്ട്കം എൻ്റെ മൈൻഡിലുണ്ട്, ആ ലക്ഷ്യം എൻ്റെ മൈൻഡിലുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത്. എപ്പോഴും മനസ്സിലാക്കണം, 10 കാര്യങ്ങൾ പഠിക്കുന്നതിലല്ല കാര്യം, ഒരു കാര്യം ആഴത്തിൽ പഠിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് ബുദ്ധിയിലല്ല കാര്യം, നമ്മുടെ എക്സ്പെർട്ടൈസ് അപ്ലൈ ചെയ്യുന്നതിലാണ് കാര്യം. അപ്ലിക്കബിൾ എക്സ്പെർട്ടൈസ്, അതാണ് വേണ്ടത്. അത് നമുക്ക് കണ്ടിന്യൂസ് ലേണിങ്ങിലൂടെ മാത്രമേ
നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. കാരണം എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും, ഗൂഗിൾ ഉണ്ട്, AI ഉണ്ട്, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ അറിയണം. എന്നാലേ ഇതിൻ്റെയൊക്കെ സഹായം നമ്മളിലേക്ക് എത്തുള്ളൂ. എങ്ങനെയാണ് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പഠനം ശീലമാക്കി മാറ്റേണ്ടത്? ലെറ്റ് മീ ടെൽ യു ദ ലേൺ ഫ്രെയിംവർക്ക് ഫോർ ദാറ്റ്. സ്റ്റെപ്പ് 1, ലൊക്കേറ്റ് യുവർ ഗ്യാപ്പ്. അടുത്ത 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ അവസരങ്ങൾ ഒരു 10 ഇരട്ടിയാക്കാനുള്ള ഒരു സ്കില്ല് നിങ്ങൾ കണ്ടെത്തുക. ഒരേ ഒരു സ്കില്ല്, 5 സ്കിൽസ് അല്ല, ഒരു സ്കില്ല്. ഓഫീസിലാണെങ്കിൽ നിങ്ങൾ എന്തിലാണോ വർക്ക് ചെയ്യുന്നത് അതിൽ ഏത് സ്കില്ല് പഠിച്ചാലാണ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസും എക്സ്പെർട്ടൈസും കൂടുക അത് മനസ്സിലാക്കുക. അങ്ങനെ ഒരു സ്കില്ല് നമ്മൾ തിരഞ്ഞെടുക്കണം. അത് കഴിഞ്ഞ് എസ്റ്റാബ്ലിഷ് ലേണിംഗ് റൂട്ടീൻ. ഈ സ്കില്ല് പഠിക്കാൻ ഒരു റൂട്ടീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാ ദിവസവും 1 മണിക്കൂർ, രാവിലെ 1 അരമണിക്കൂർ, വൈകുന്നേരം 1 അരമണിക്കൂർ. പലതിനും സമയം കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരും ഫോണിൽ 4-5 മണിക്കൂർ മിനിമം ചിലവാക്കുന്ന ആൾക്കാരാണ്. ആ ഫോൺ അവിടെ മാറ്റി വെക്കുക. ഈ ഫോൺ മാറ്റി വെക്കാൻ വലിയൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ മുൻപ് പറഞ്ഞ കാര്യമാണ്. പണ്ട് എനിക്ക് ടിക്ടോക്ക് വന്ന ടൈമിൽ ടിക്ടോക്ക് അഡിക്ഷൻ വന്നു. അപ്പോൾ എനിക്കറിയാം ഇത് ശരിയല്ല, ഈ ടിക്ടോക്ക് ഇങ്ങനെ കാണുന്നത് എൻ്റെ ടൈം വെറുതെ കളയാണ്, എനിക്ക് അങ്ങനെ എൻ്റെ ടൈം വെറുതെ പോകുന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പം ഞാൻ അന്നേരം ഈ അഡിക്ഷൻ മാറ്റാൻ വേണ്ടി ഞാൻ ചെയ്തൊരു ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ജേർണൽ എഴുതി, ടിക്ടോക്ക് കണ്ടാൽ നീ നശിക്കും, നീ ടിക്ടോക്ക് കാണല്ലേ, ടിക്ടോക്ക് കണ്ടു കഴിഞ്ഞാൽ നീ നശിച്ചു പോകും. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. ഇപ്പോൾ ടിക്ടോക്ക് മാറി ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ വന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഒരു മൂന്ന് റീല് ഡൺ. 3 റീലിൽ എൻ്റെ മൈൻഡ് പറയും, റീല് കാണല്ലേ, റീല് കണ്ടാൽ നശിച്ചോ, ബ്രെയിൻ ഫോഗ് വരും, ഫോമ വരും, എല്ലാ പ്രശ്നങ്ങളും വരും, റീല് കാണല്ലേ എന്ന് പറയും. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, ഇത് വർക്ക് ചെയ്യും. റീൽസ് നമ്മൾക്ക് ഒന്നും പഠിക്കാനില്ല. വളരെ ചുരുക്കം ആൾക്കാരാണ് ഇൻസ്റ്റാഗ്രാമിൽ അത്രയും നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അവരെ മാത്രം ഫോളോ ചെയ്ത് അവരുടെ റീൽസ് മാത്രം ഒരു ദിവസം ഒരു ടൈം ലിമിറ്റ് വെച്ച് കാണുക. എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യാവണം നമ്മൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ കാണേണ്ടത് എന്നതിന്. അപ്പം നിങ്ങൾക്ക് 1 മണിക്കൂർ ഡെഫിനറ്റ്ലി കണ്ടെത്താൻ പറ്റും, അതിലൊരു സംശയമില്ല. ഇനി ഈ ഒരു ലേണിംഗ് പ്രാക്ടീസ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം അപ്ലൈ ഇമ്മീഡിയറ്റ്ലി. ഇത് അപ്പം തന്നെ അപ്ലൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ആ ഇംഗ്ലീഷ് ഓരോ ദിവസം പഠിച്ച ആ ഒരു വൊക്കാബുലറി ആയിക്കോട്ടെ, ഗ്രാമർ ആയിക്കോട്ടെ, അത് വെച്ചിട്ട് സെന്റൻസ് ഫോം ചെയ്ത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അത് പഠിക്കൂല. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, റിഫ്ലക്ട് ആൻഡ് അഡ്ജസ്റ്റ്. ഓരോ ആഴ്ചയും നമ്മളോട് തന്നെ ചോദിക്കണം, എന്ത് പഠിച്ചു, എന്തൊക്കെ ഞാൻ പ്രയോഗിച്ചു, അടുത്തത് എന്ത്, ഇതൊക്കെ നമ്മളോട് ചോദിക്കണം. ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ്, നെറ്റ്വർക്ക് ആൻഡ് ഷെയർ. നമ്മൾ പഠിക്കുന്നത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. ടീച്ചിങ് ഈസ് നത്തിങ് ബട്ട് ഡീപ്പർ ലേണിംഗ്. അതിലൂടെ നമ്മുടെ റെപ്യൂട്ടേഷനും ഓപ്പർച്യൂണിറ്റീസും കൂടും. സോ ഈ ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് എല്ലാ ദിവസവും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക. പിന്നെ എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ദിവസങ്ങൾ മിസ് ചെയ്തു എന്ന് വരാം. ഇറ്റ്സ് ഓക്കെ. നിങ്ങളെ ഫോഴ്സ് ചെയ്യരുത്. ഇതൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ആഗ്രഹമുണ്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്, നമ്മളിത് ചെയ്യുന്നു. ബട്ട് എഗെയിൻ നമ്മൾ മിസ് ചെയ്യുന്നു, 1-2 ദിവസം മിസ് ചെയ്യുന്നു, പിന്നെയും നമ്മളിത് ചെയ്യുന്നു, പിന്നെയും മിസ് ചെയ്യുന്നു. ബട്ട് നമ്മൾ മിസ് ചെയ്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യൂല, പിന്നെയും നമ്മൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ അതിങ്ങനെ ആ റൂട്ടീനിലേക്ക് വന്നുകൊണ്ടിരിക്കണം. ലെറ്റ് ഇറ്റ് ടേക്ക് ടൈം, ഇറ്റ്സ് ഓക്കെ, ബട്ട് ഡോണ്ട് ഗിവ് അപ്പ് ചെയ്യരുത്. കണ്ടിന്യൂ ഇറ്റ്. ഓക്കെ, 1-2 ദിവസം സ്കിപ്പ് ചെയ്ത് വെച്ചിട്ട് അവിടെ നിർത്താണ്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോവുക. ഫൈനലി നിങ്ങൾക്കതൊരു റൂട്ടീനായിട്ട് മാറും. ആൻഡ് ഫൈനലി നമ്മൾക്ക് എല്ലാവർക്കും പൈസ ഉണ്ടാക്കണ്ടേ, വേണ്ടേ? അപ്പം കണ്ടിന്യൂസ് ലേണിംഗ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അപ്പോൾ ഇന്ന് തൊട്ട് ഒരു ചലഞ്ച് സ്വയം ഏറ്റെടുക്കുക. ഒരു സ്കില്ല് സെലക്ട് ചെയ്യുക. അടുത്തൊരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം തന്നെ മാറ്റാവുന്ന ഒരു സ്കില്ല്. എന്നിട്ട് 1 മണിക്കൂർ എല്ലാ ദിവസവും ആ സ്കില്ല് പഠിക്കാൻ മാറ്റി വെക്കുക. ഒരു 3 മാസം ഇത് കണ്ടിന്യൂ ചെയ്യുക. 3 മാസത്തിന് ശേഷം ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ ആ പണ്ടത്തെ വ്യക്തി ആയിരിക്കില്ല. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ചിലപ്പോൾ ഉടനെ മാറണമെന്നില്ല, പക്ഷെ നിങ്ങളുടെ സ്കിൽസ് മാറും, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ മാറും, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഓപ്പർച്യൂണിറ്റീസും മാറും. പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരും. ആൻഡ് ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ഒരു കാര്യമാണ് സ്വയം പൈസ ഉണ്ടാക്കുന്ന എല്ലാവരും ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ പലരും സമ്പാദിക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾ എല്ലാവരും ഇപ്പൊ സമ്പാദിക്കുന്നതും ഈ ഒരു സ്കില്ല് കൊണ്ടല്ലേ, അല്ലേ? നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള പൈസ നമ്മൾ പലതും പഠിച്ചതുകൊണ്ടാണ്. ആ പഠിച്ചതിലൂടെയാണ് നമ്മൾ പണം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ആ സ്കില്ലാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കുക. നമ്മളുടെ ഇപ്പോഴത്തെ സ്കിൽ സെറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി അത് നമ്മൾക്ക് പണം കൊണ്ടുതരും. നമ്മുടെ ഈ ചാനലിൽ വീഡിയോ കാണുന്ന ആൾക്കാരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ പൈസ ഉണ്ടാക്കണം എന്നാണ്. സ്റ്റോക്ക് മാർക്കറ്റിലൂടെ പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം പൈസ വേണം, അത് എപ്പോഴും ഓർക്കണം. ഓക്കെ, അപ്പോൾ അതിന് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അതിലൂടെ പണം കണ്ടെത്തിയിട്ട് ആ പണം വെച്ചിട്ട് നമ്മൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ പൈസ ഉണ്ടാക്കാം. അപ്പോൾ ഓർക്കേണ്ടത്, സ്റ്റോക്ക് മാർക്കറ്റിൽ പണമുണ്ടെങ്കിലേ പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പണം ക്രിയേറ്റ് ചെയ്യുക. എല്ലാ മനുഷ്യരും പണം ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ സ്കിൽസ് വെച്ചിട്ടാണ്. ആൻഡ് ഡെഫിനറ്റ്ലി പണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല മനുഷ്യർക്കും പണം കയ്യിൽ കിട്ടുമ്പോഴാണ് പല തിരിച്ചറിവുകളും വരിക. പണം ഇല്ലാത്തടത്തോളം
ആ തിരിച്ചറിവ് വരണമെന്നില്ല. ഏറ്റവും വലിയ തിരിച്ചറിവ് എന്താണ്? പണമല്ല എല്ലാം എന്നുള്ളത്. പക്ഷെ അത് പണം കയ്യിൽ കിട്ടിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും പൈസ ഉണ്ടാക്കുക. ഓക്കെ, പൈസ ഉണ്ടാക്കാനുള്ള ആ ഒരു സ്കിൽ എന്താണ്? കണ്ടിന്യൂസ് ലേണിംഗ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നാണ് ആ ഒരു സ്കില്ല് എനിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം, ഏതാണ് ആ സ്കില്ല്? താഴെ കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.